സാർ, മുതലാളി അനന്യ അവനെ വിളിച്ചു. എന്താടി ഇങ്ങനെ? നിങ്ങൾ എന്നെ അടുത്തുകൊണ്ട് നടന്നാൽ കാണുന്നവർ നിങ്ങളെ മോശമായി പറയില്ലേ? വീട്ടിലെ വേലക്കാരി എടുത്തുകൊണ്ട് പോവുകയാണെന്ന് അവളുടെ കുസൃതിനിറഞ്ഞ വാക്കുകൾ കേട്ടതും ആദ്യത്തിനവളെ കണ്ണുരുട്ടി. എൻ്റെ തലയിലെഴുത്ത് അല്ലാതെ എന്താ ഞാൻ പറയാ? പല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ പിറുപിറുത്തു. നിന്നോടൊക്കെ സംസാരിക്കാൻ നിൽക്കുകയാണ് ഏറ്റവും വലിയ അബദ്ധം. പറഞ്ഞു തീരെ മുൻപേ അവൻ ഒരു കൈ അവളുടെ മുതുകിലേക്കും മറ്റേ കൈ കാലുകൾക്കിടയിലേക്കും ചേർത്ത് അനന്യെ കോരിയെടുത്തു. അപ്രതീക്ഷിതമായി നിലം വിട്ടുയർന്നതും അനന്യ അറിയാതെ അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. ആദിത്യൻ അതൊന്നും ശ്രദ്ധിക്കാതെ നേരെ പുറത്തേക്ക് നടന്നു. ഹോസ്പിറ്റലിൻ്റെ വരാന്തയിലൂടെ അവളെ കൈകൾ കോരിയെടുത്ത് നടക്കുന്ന അവനെ കണ്ടവർ ഒരു നിമിഷം അത്ഭുതത്തോടെ നോക്കി നിന്നു. ആ നോട്ടങ്ങളൊന്നും വകവെക്കാതെ അവൻ കാറിലേക്കെത്തി പിൻസീറ്റ് തുറന്ന് വളരെ പതിയെ അനന്യെ സീറ്റിലിരുത്തി. അവളുടെ വേദന കൂടാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് വാതിൽ അടച്ച ശേഷം ഡ്രൈവിംഗ് സീറ്റിൽ കയറിയ അവൻ കാർ അതിവേഗത്തിൽ ഫ്ലാറ്റിലേക്ക് പായിച്ചു. അതേസമയം ആദിത്യൻ്റെ ഫ്ലാറ്റിന് മുന്നിൽ കുറച്ച് നേരമായി സച്ചു ഫ്ലാറ്റിന് മുന്നിൽ കാത്തു നിൽക്കുന്നു. പലതവണ കോളിംഗ് ബെൽ അമർത്തിയിട്ടും വാതിൽ തുറന്നതേയില്ല. അവസാനം അവൻ ആദിത്യനെ ഫോണിൽ വിളിച്ചു. കോൾ അറ്റൻഡ് ചെയ്തതും സച്ചു ചോദിച്ചു, ഡാ ആദി, സമയം 8 എവിടെയാ നീ? ഞാൻ നിൻ്റെ ഫ്ലാറ്റിന് മുന്നിലുണ്ട്. ബെല്ലടിച്ചിട്ട് കുറേ നേരമായി. അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഫ്ലാറ്റിലേക്ക് കാർ ഓടിച്ചു വരികയായിരുന്ന ആദിത്യൻ. ഗുഡ് മോർണിംഗ് അളിയ. ഗുഡ് മോർണിംഗ്. നീ ഇതെവിടെയാടാ? ഒരു നിമിഷം ആദിത്യൻ നിശബ്ദനായി. പിന്നെ വേഗത്തിൽ പറഞ്ഞു, ഡാ ഇന്നലെ പ്രധാനപ്പെട്ട ഫയൽ എടുക്കാൻ മറന്നുപോയി. അതെടുക്കാൻ ഇപ്പോൾ വരികയാണ് ഞാൻ. നീ ഇവിടെ തന്നെ നിൽക്കണ്ട, നീ പൊയ്ക്കോ. ഞാൻ എടുത്തിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നോളാം. അതെന്താടാ? ഞാനൊന്ന് കാത്തിരുന്നാൽ പോരെ നിന്നെ? വേണ്ട, സമയം കളയണ്ട. നീ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ, ഞാൻ പിന്നാലെ എത്താം. സച്ചു കൂടുതലൊന്നും ചോദിക്കാതെ ശരിടാ വേഗം വാ എന്ന് പറഞ്ഞു കോൾ കട്ട് ചെയ്തു. കോൾ അവസാനിച്ചതും ആദ്യത്തെ ദീർഘമായെന്ന് ശ്വാസം വിട്ടു. ദൈവമോ, സച്ചു ഇപ്പോൾ ഫ്ലാറ്റിൽ കയറി ഇവളെ എങ്ങാനും കണ്ടാൽ തീർന്നു. ഈ പീറപ്പെണ്ണ് ഏത് സമയത്താണാവോ ഇവളെ എനിക്ക് താലി ചാർത്താൻ തോന്നിയത്? നാശം. എന്തൊക്കെയോ ചിന്തിച്ച് എന്നെ തെറ്റിദ്ധരിക്കും പിന്നെ ഇവളെ കണ്ടാൽ അവൻ. അതുകൊണ്ട് അവനെ അവിടെ നിന്നും പറഞ്ഞയച്ചത്. ആ ചിന്തയോടെ അവൻ കാറിൻ്റെ വേഗം കൂട്ടി ഫ്ലാറ്റിലേക്ക് പാഞ്ഞു. ഫ്ലാറ്റിന് മുന്നിലിരുന്ന ചെറിയ ഹോട്ടലിൽ നിന്ന് 2 പേർക്കും കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങിയ ശേഷമാണ് ആദിത്യൻ മുകളിലേക്ക് കയറിയത്. വാതിൽ തുറന്ന് അകത്ത് കയറിയ അവൻ ഭക്ഷണപ്പൊതികൾ ഡൈനിങ് ടേബിളിൽ വെച്ചു. ശേഷം പതിയെ അനന്യെ കിടത്തിയിരുന്ന മുറിയിലേക്ക് നടന്നു. മരുന്നിൻ്റെ ക്ഷീണം കൊണ്ടാവണം അവൾ ഇപ്പോഴും ഗാഢനിദ്രയിലാണ്. മുഖത്ത് ശാന്തത നിറഞ്ഞെങ്കിലും ആ ഉറക്കം കണ്ടപ്പോൾ ആദിത്യൻ്റെ ചുണ്ടിൽ അറിയാതെ പുഞ്ചിരി വിരിഞ്ഞു. ഇവൾ കുംഭകർണൻ്റെ അനിയത്തിയാണോ എന്തോ? പകൽ സമയത്തും ഇത്ര സുഖമായി ഉറങ്ങുന്നു. സ്വയം പിറുപിറുത്തുകൊണ്ടവൻ കുറച്ച് നിമിഷങ്ങൾ അവളെ തന്നെ നോക്കി നിന്നു. ശരി, എഴുന്നേൽപ്പിക്കാം. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല ഇവൾ. നല്ല വിശപ്പുണ്ടാകും മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആദിത്യൻ അവളുടെ കട്ടിലിനരികിലേക്ക് നടന്നു. അനന്യ എന്ന് മൃദുവായി വിളിച്ചു. പക്ഷെ മരുന്നിൻ്റെ ക്ഷീണത്തിൽ ഗാഢനിദ്രയിലായിരുന്ന അവൾ അതൊന്നും കേട്ടില്ല. ഇനി എന്ത് ചെയ്യാനാ? ചുറ്റുമൊന്ന് നോക്കി അവൻ്റെ കണ്ണിൽ മേശപ്പുറത്തിരുന്ന വെള്ളക്കുപ്പി പതിഞ്ഞു. അതിൽ നിന്ന് കുറച്ച് വെള്ളം കയ്യിലേക്കെടുത്ത് വളരെ മെല്ലെ അവളുടെ മുഖത്തേക്ക് തെളിയിച്ചു. എന്നിട്ടും അനന്യക്കൊരു അനക്കവും ഉണ്ടായില്ല. അത്രയ്ക്ക് ഉറക്കമാണോ ഇവൾക്ക്? ചെറു പുഞ്ചിരിയോടെ പിറുപിറുത്ത അവൻ ഒരു നിമിഷം ആലോചിച്ചു. എങ്ങനെ വിട്ടാൽ ശരിയാകില്ല. എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് മരുന്ന് കഴിപ്പിക്കണം. അതും ചിന്തിച്ചവൻ കട്ടിലിൻ്റെ അരികിലിരുന്ന് വളരെ മെല്ലെ അവളുടെ കവിളിൽ തട്ടി. അനന്യ, എഴുന്നേൽക്ക്, ഭക്ഷണം കഴിക്കണം. അല്പം ശബ്ദമുയർത്തി വീണ്ടും വിളിച്ചു അവൻ അവളുടെ കവിളിൽ മെല്ലെ തട്ടിക്കൊണ്ടേയിരുന്നു. മെല്ലെ കൺപോളകൾ ഉയർത്തി അനന്യ ആദ്യം കണ്ടത് തൻ്റെ തൊട്ടരികിരുന്ന ആദിത്യനെയാണ്. ഒരു നിമിഷം അവളൊന്ന് ഞെട്ടി. അയ്യോ അമ്മേ, പ്രേതം എന്ന് അലറിക്കൊണ്ട് അവൾ പിന്നിലേക്ക് നീങ്ങാൻ ശ്രമിച്ചു. അത് കണ്ട ആദ്യത്തെ നെറ്റിയിൽ കൈവച്ച് ചിരിച്ചുപോയി. അടങ്ങിയിരിക്കടി, എന്നെ കണ്ടാൽ നിനക്ക് പ്രേതത്തെ പോലെയാണ് തോന്നുന്നത്. അവളൊന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി. നീ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് കരുതി ഫ്ലാറ്റിന് മുന്നിൽ ഹോട്ടലിൽ ഭക്ഷണം വാങ്ങി വന്ന എന്നെ വിളിച്ചുണർത്തി എനിക്ക് കിട്ടാൻ സ്വീകരണം ഇതാണോടി? എന്തൊരു അഭിനയമാണ് നിനക്ക്? പരിഭവം ദേഷ്യവും നടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അനന്യ പതിയെ എഴുന്നേറ്റ് മുടിയിഴകൾ ഒതുക്കി. ഹലോ സാർ. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ കണ്ണു തുറന്ന് തൊട്ടടുത്ത് ഒരാൾ മുഖവും നോക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ പേടിക്കാതെ പിന്നെ എന്ത് ചെയ്യാനാ? ആരായാലും ഒന്ന് ഞെട്ടിപ്പോവും. ആ അവസ്ഥയിലും അവളുടെ മറുപടിയിൽ പരിഹാസം നിറഞ്ഞു. അത് കേട്ട് ആദിത്യൻ നെടുവീർപ്പിട്ടു. എൻ്റെ ദൈവമേ, ഇന്ന് രാവിലെ ഓഫീസിൽ കൃത്യസമയത്ത് പോയിരുന്നെങ്കിൽ ഇപ്പോഴേക്കും സമാധാനമായി ഭക്ഷണം കഴിച്ചിട്ട് ജോലി ചെയ്ത് കൊണ്ടിരിക്കുമായിരുന്നു.
ഇതിപ്പോൾ നിന്നെ എഴുന്നേൽപ്പിക്കാനേ പാടുപെടണം. എഴുന്നേറ്റിട്ടോ എന്നെ പ്രേതമെന്ന് വിളിച്ച് കളിയാക്കുന്നു. പിറുപിറുത്തു കൊണ്ടവൻ തല കുലുക്കി. അവൻ്റെ ആ ഭാവം കണ്ടതും അനന്യക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. നീ പട്ടിണിയായി കിടക്കുമെന്ന് കരുതിയിട്ട ഞാൻ ഭക്ഷണം വാങ്ങി വന്നത് തന്നെ. എന്നിട്ടും കുറ്റം പറയാനേ നിനക്കറിയൂ. അല്പം പരിഭവത്തോടെ ആദിത്യൻ പറഞ്ഞു. അനന്യ ചുണ്ടു കൂർപ്പിച്ച് അവനെ തന്നെ നോക്കി. സാർ, നിങ്ങളൊന്നും അത്ര നല്ല മനുഷ്യനല്ല. അതെന്താ ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തവുമായി വന്നിട്ടുണ്ട് നീ? ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ ഇവിടെ കൊണ്ടുവന്നു. എന്നിട്ട് ഭക്ഷണം പോലും വാങ്ങിത്തരാതെ പോയി. സമയം നോക്കണം, ഇപ്പോൾ 12 മണി. ഇപ്പോഴാണോ നിങ്ങൾ ഭക്ഷണം വാങ്ങി വരുന്നത്? അവൾ പറഞ്ഞത് കേട്ട് ആദിത്യൻ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് എത്ര തവണ ആളുകൾ വിളിച്ചുകൊണ്ടിരുന്നു നിനക്കറിയോടി? നിന്നെ ഇവിടെ ഒറ്റക്കിടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മീറ്റിങ്ങിന് പോലും പോവാതെ നിന്നത്. അപ്പോൾ അവളുടെ സംസാരം കണ്ടില്ലേ? അവളുടെ പരാതികൾ തുടർന്നതോടെ ആദിത്യൻ ക്ഷമ നശിച്ചു പതിയെ പറഞ്ഞു. മതി. കൗരവത്തോടെ അവൻ അവളെ തടഞ്ഞു. നോക്ക്, എനിക്കിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എൻ്റെ ജോലിയിൽ ഒരു ദിവസം പോലും ഞാൻ മീറ്റിംഗ് വൈകിയിട്ടില്ല. ഹോസ്പിറ്റലിൽ പോലും ഞാൻ ലേറ്റായി ഇതുവരെ പോയിട്ടുമില്ല. അവൻ്റെ ശബ്ദം കടുപ്പം കൈവരിച്ചു. ആ മീറ്റിംഗ് ഞാൻ ഇവിടെ വന്നിട്ടാ കാറിലിരുന്ന തീർത്തത്. അത് ഉടനെ തീർത്തതിന് ശേഷമാണ് വയൽ ഫ്ലാറ്റിന് മുന്നിലെ ഹോട്ടലിൽ നിന്ന് നമുക്ക് 2 പേർക്കുമുള്ള ഭക്ഷണം വാങ്ങിയത്. അല്ലാതെ നിന്നെ മനഃപൂർവ്വം പട്ടിണി കിടത്താനൊന്നും ഞാൻ പോയതല്ല. മനസ്സിലായില്ലേ നിനക്ക്? ഇത് നോക്ക്, ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കിക്കോ. ആദിത്യൻ്റെ ശബ്ദം വീണ്ടും ഗൗരവത്തിലായി. എഴുന്നേൽക്കാൻ വയ്യെന്ന് പറഞ്ഞ് ഇങ്ങനെ കിടന്ന ശരീരം മുഴുവൻ ഭാരമായി തോന്നും നിനക്ക്. പിന്നെ അനങ്ങാൻ പോലും ബുദ്ധിമുട്ടാകും. കുറച്ച് ധൈര്യം കാണിച്ച് എഴുന്നേൽക്കാൻ ശ്രമിക്കണം. ഞാൻ പിടിച്ചു തരാം. പതിയെ 2 അടി നടന്നാൽ തന്നെ ആശ്വാസം തോന്നും. അവൾ കുറച്ചു നേരം അവനെ നോക്കിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ശരി എന്ന് പറഞ്ഞ് അനന്യ കട്ടിലിൽ കൈകുത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷെ ശരീരത്തിനൊട്ടും ശക്തിയില്ലായിരുന്നു. പാതി വഴിയിൽ തന്നെ അവൾ വീണ്ടും തളർന്നു. അത് കണ്ട് ആദിത്യൻ ഉടനെ മുന്നോട്ട് വന്നു. പതിയെ തിടുക്കം കൂട്ടാതെ നടക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവൾക്ക് കൈ കൊടുത്തു. അവൻ്റെ സഹായത്തോടെ അനന്യ മെല്ലെ എഴുന്നേറ്റു. കാലുകൾ നിലത്ത് ഉറപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ശരീരം ആടിപ്പോയി. വീഴാതിരിക്കാൻ അവൾ അറിയാതെ ആദിത്യൻ്റെ കൈ മുറുകെ പിടിച്ചു. അടുത്ത നിമിഷം തെന്നി വീഴാതിരിക്കാൻ അവൻ്റെ അരക്കെട്ടിൽ ചേർന്ന് പിടിക്കേണ്ടി വന്നു അവൾക്ക്. പെട്ടെന്നുണ്ടായ ആ സാമീപ്യം ഇരുവരെയും ഒരു നിമിഷം നിശബ്ദരാക്കി. സോറി, ലജ്ജയുടെ അനന്യ പതഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. വീഴാതിരിക്കുന്നതാണ് പ്രാധാന്യം. ശാന്തമായി മറുപടി പറഞ്ഞുകൊണ്ട് ആദിത്യൻ അവൾക്ക് താങ്ങായി നിന്നു. അവൾ ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞ ഉറപ്പായ ശേഷമാണ് അവൻ പതിയെ മുന്നോട്ട് നടക്കാൻ പറഞ്ഞത്. മുഖം ചുളിച്ചുകൊണ്ടാണെങ്കിലും വേദന കൊണ്ട് അവൾ കടിച്ചു പിടിച്ചു നിന്നു. വായ തുറന്ന് ഒന്നും പറയാതെ അനന്യ ആദിത്യൻ്റെ തോൾ മെല്ലെ പിടിച്ചുകൊണ്ട് ഓരോ ചുവടും ശ്രദ്ധിച്ച് ഡൈനിങ് ഹാളിലേക്ക് നടന്നു. അവൾ ഡൈനിങ് ചെയറിൽ ഇരുത്തിയ ശേഷം ആദിത്യൻ്റെ നോട്ടം അവളുടെ വേഷത്തിലേക്ക് നീണ്ടു. ഒരു നിമിഷം അവൻ നെറ്റി ചുളിച്ചു. അതെ, നീ ഇന്നലെ വന്നപ്പോൾ ഇട്ടിരുന്ന ആ പച്ച കളർ കോട്ടൺ ചുരിദാർ തന്നെയല്ലേ ഇത്? ഇനിയും നീ ഡ്രസ്സ് മാറിയിട്ടില്ലേ? അവൾ മറുപടി പറയും മുമ്പേ അവൻ വീണ്ടും ചോദിച്ചു. ഒരു മിനിറ്റ്, നീ ഇതുവരെ കുളിച്ചിട്ടില്ലേ? കുളിക്കാതെ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്? ചി. അവൻ്റെ ചോദ്യം കേട്ടതും അനന്യ അവനെ തുറച്ചു നോക്കി. ഓ, ഇയാളിത്. സർ, അവൾ ദീർഘമായി വിളിച്ചു. നിങ്ങൾക്ക് എന്നെ കണ്ട് തമാശയായിട്ടാണോ തോന്നുന്നത്? അതോ നിങ്ങൾ മണ്ടൻ തന്നെയാണോ? ആദ്യത്തിനൊന്നും മനസ്സിലാകാതെ അവളെ നോക്കി. എനിക്ക് ഒന്ന് അനങ്ങാൻ പോലും കഴിയുന്നില്ല. അപ്പോഴോ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും നിങ്ങളുടെ സഹായത്തിന് വേണ്ടി വന്നത്. അങ്ങനെയുള്ള ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പോയി കുളിച്ച് ഡ്രസ്സ് മാറി പിന്നെ വന്ന് ഭക്ഷണം കഴിക്കും? അവളുടെ ശബ്ദത്തിൽ നിസ്സഹായത വ്യക്തമായിരുന്നു. ഒരു ദിവസം കുളിച്ചില്ലെന്ന് വെച്ച് ലോകം അവസാനിക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് വേണ്ടത് ആദ്യം എന്തെങ്കിലും കഴിക്കുകയാണ്. അവൾ ചെറിയൊരു ഇടവേള എടുത്ത് വീണ്ടും അവനോടായി പറഞ്ഞു. പിന്നെ എനിക്കൊരു ടൂത്ത് ബ്രഷും പേസ്റ്റും വാങ്ങിത്തരാമോ? ഇന്നലെ ഇവിടെ വന്നപ്പോൾ എൻ്റെ സാധനങ്ങളുടെ ബാഗിൽ അതൊന്നുമില്ല. അത് കേട്ടതും ആദിത്യൻ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. അപ്പോഴാണ് അവൾ പറയുന്നത് യാഥാർത്ഥ്യം അവന് മനസ്സിലായത്. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ വന്നു എന്നല്ലാതെ അവളുടെ ബാഗിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനും അത് ഓർത്തില്ല എന്ന് തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞവൻ ചെറിയൊരു പുഞ്ചിരിയോടെ അവളെ നോക്കി. ആദിത്യൻ സ്വന്തം നെറ്റിയിൽ മെല്ലെ ഒന്നടിച്ചു. അയ്യോ, ഇതൊന്നും ഞാൻ ഓർത്തതേയില്ല. അനന്യ അത് കണ്ട് ചുണ്ടൊന്ന് കൊട്ടി. സാർ, ഓവറായൊന്നും കാണിക്കേണ്ട, അവൾ പറഞ്ഞുകൊണ്ട് ആദിത്യൻ അവളെ ഒന്ന് നോക്കി. ഞങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം പല്ല് തേച്ച് കുളിച്ചിട്ടേ ഭക്ഷണം കഴിക്കാറുള്ളൂ. ഒരു നിമിഷം നിർത്തിയ ശേഷം അവൾ വീണ്ടും തുടർന്നു. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാനാ? രാവിലെ കണ്ണ് തുറക്കുന്നതിന് മുൻപ് എൻ്റെ ഇടുപ്പ് ഇങ്ങനെയായത് ആരെക്കൊണ്ടാ?
ആദിത്യൻ അത് കേട്ടതും മിണ്ടാതെ നിന്നു.